ഇപ്പോൾ ജി സുധാകരൻ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനം എന്നൊക്കെയായിരിക്കും ഇറങ്ങി വരുമ്പോൾ പ്രതികരണം. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സന്ദർശനമാണ്, അത് പിന്തുണ തേടലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കടിച്ചുകൊള്ളങ്ങരയിലെ വീട്ടിലെത്തിയാണ് കാണുക. അതിനുശേഷം അവിടുന്ന് ഇറങ്ങിയ ജി സുധാകരൻ NSS ആസ്ഥാനത്തേക്ക് അവിടുന്ന് പോവുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറയുന്ന പോലെ 140 അവിടെ ജി സുധാകരൻ എച്ച് സലാം നേർക്കുനേർ പോരാട്ടമാണെങ്കിൽ CPM-ന് അവിടെ തോൽക്കുക എന്ന് പറയുന്നത് കേവലം ഒരു മണ്ഡലത്തിലെ തോൽവി പോലെയല്ല, അത് അവരുടെ അഭിമാന പ്രശ്നമാണ്. ഒരു തരത്തിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാവില്ല എച്ച് സലാമും ആലപ്പുഴയിലെ CPM-ഉം. ജി സുധാകരൻ അവർക്ക് അഭിമാന പ്രശ്നമാണ്, പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് ആലപ്പുഴ സീറ്റ്. അതേസമയം തന്നെ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിച്ഛായയാണ് ജി സുധാകരൻ്റെ മൂലധനം. എല്ലാ കാലത്തെയും മൂലധനം പ്രതിച്ഛായയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടത്താത്ത, അഴിമതിയുടെ കറ പുരളാത്ത, കേവലം പേരിനൊരു ആരോപണം പോലും കേൾപ്പിക്കാത്ത, ഇപ്പോൾ വാക്കുകൾ പരുഷമാവുമെങ്കിലും വാക്കുകൾ മുഖം നോക്കാതെ എടുത്തടിച്ച് പോലെ സംസാരിക്കുമെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇന്റഗ്രിറ്റിക്ക് കോട്ടം തരുത്തുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം ജി സുധാകരന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറയുന്ന പശ്ചാത്തലം, ആ പ്രതിച്ഛായ മറികടക്കൽ, അപ്പോൾ അതിനെ വർഗ്ഗവഞ്ചകൻ എന്ന ഒരു പ്രചരണം കൊണ്ട് മാത്രം മറികടക്കാൻ കഴിയുമോ എന്ന പ്രശ്നം. എന്തായാലും 140 മണ്ഡലങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും അധികം ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ടോപ്പ് 5 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ അമ്പലപ്പുഴയുടെ പേരുണ്ടാകുമെന്നാൽ തർക്കം വേണ്ട. അശ്വിൻ പാലാഴി കൂടി ചേരുന്നു. അശ്വിൻ, വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോകുന്നു, അതിനുശേഷം ജി സുധാകരന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞു ജി സുധാകരൻ. അശ്വിൻ, പൂർണ്ണമായും അദ്ദേഹം തെരഞ്ഞെടുപ്പ് മോഡിലേക്ക് ഇന്നലെ തന്നെ മാറിയതാണ്. പൊതുപരിപാടികളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ അദ്ദേഹം ശക്തമായി തന്നെ ഇടപെട്ട് തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ സാമുദായിക നേതാക്കളെ സന്ദർശിക്കുകയാണ്. ഇത് പക്ഷേ സാധാരണ നിലയിൽ ഇക്കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിച്ചാണ്, മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചാണ് പോവുക. ഇപ്പോൾ ഇതാ ആരെയും അറിയിക്കാതെ വാഹനം പോലും മാറ്റിയിട്ടാണ് ജി സുധാകരൻ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള സൂചന പോലും മാധ്യമങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ യുഡിഎഫിന്റെ പിന്തുണ വാങ്ങി അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരൻ മത്സരിച്ചാൽ അത് ആത്മഹത്യാപരമാകും, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വെള്ളാപ്പള്ളി പോകരുത് എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട്. ഇപ്പോൾ ഇതാ അതിനുശേഷം UDF പിന്തുണ നൽകും എന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശനെ നേരിൽ കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടാൻ ജി സുധാകരൻ കണച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ഗൺമാൻ അടക്കമുള്ളവരെയാണ്. വീടിനകത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വീടിനുള്ളിൽ ഇപ്പോൾ ആ കൂടിക്കാഴ്ച നടക്കുകയാണ്. അദ്ദേഹം ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വീടിന് പുറത്തേക്ക് വരുന്നില്ല. ആ ആരോഗ്യാവസ്ഥ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ നേരിൽ കാണാൻ ജി സുധാകരൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന് പിന്തുണ തേടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് എന്ത് സൗഹൃദ സന്ദർശനം എന്ന് പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ, പ്രത്യേകിച്ച് SNDP-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അയോഗ്യനാക്കപ്പെട്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പങ്ക് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയിൽ, അദ്ദേഹത്തിന്റെ ചേർത്ത് നിർത്തലിലൊക്കെ ജി സുധാകരനെ സംബന്ധിച്ച് പ്രധാനമാണ്. എന്തായാലും ഏകദേശം 15 മിനിറ്റ് മുമ്പാണ് ജി സുധാകരൻ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം ഈ UDF പിന്തുണ അറിയിച്ച ശേഷം, പിന്തുണ പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്ന ശേഷം ഒരു പ്രതികരണത്തിനും ജി സുധാകരൻ തയ്യാറായിരുന്നില്ല. തൽക്കാലം പ്രതികരിക്കാനില്ല എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ മറുപടി. എന്തായാലും പിന്തുണ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെ കൂടിക്കാഴ്ച 15 മിനിറ്റ് പിന്നിടുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.